അടുത്ത ടോപ്പിക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ്. സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ്. സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ് എ ചോദിക്കാറുള്ളതാണ്. SCF എന്നാണ് ഷോർട്ടായിട്ട് നമ്മൾ എഴുതുക. This is a powerful method for calculation of ground state energy. It's a powerful method for calculation of ground state energy and wave function of many electron atoms. And wave function of many electron atom. അതായത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോൾ അതിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് SCF മെത്തേഡ് അല്ലെങ്കിൽ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയോ? It's a powerful method for calculation of ground state energy and wave function of many electron atoms. ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാർട്രി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഹാർട്രി. According to Hartree, the wave function of an atom containing n number of electron, the wave function of an atom containing n number of electron is equal to product of n number of one electron wave function. അതായത് ഹാർട്രി പറയുന്നത് എന്താണ്? ഇപ്പോ 3 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ വേവ് ഫംഗ്ഷൻ 5.1, 5.2, 5.3 ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 3 വേവ് ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഹാർട്രി പറയുന്നത്. അപ്പോൾ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടുന്നത്? ആ ഓരോന്നിന്റെയും വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ n നമ്പർ ഓഫ് 1 ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? Yes, miss. Clear ആയി miss. That is size equal to 5.1 of 1, 5.2 of 2, 5.3 of 3, etc. 5n of n. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് ആൻ ഇലക്ട്രോൺ 1 കൺസിഡർ ഫസ്റ്റ് ഇലക്ട്രോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഇഫ് ആൻ ഇലക്ട്രോൺ 1 ഈസ് പ്ലേസ്ഡ് ഇൻ എ പോയിന്റ് ഇൻ എ സ്പേസ് ഫസ്റ്റ് ഇലക്ട്രോണെ നമ്മൾ ഒരു പോയിന്റിൽ സ്പേസ് ചെയ്തിരിക്കുന്നു, അല്ലെ സ്പേസിൽ ഒരു പോയിന്റിൽ വെച്ചിരിക്കുന്നു. പൊട്ടൻഷ്യൽ അഞ്ജുനെ കയറ്റാൻ പറയണം.
ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോൺ 1നെ സ്പേസിൽ ഒരു പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. Then the potential energy of electron 1 in the field of electron 2 is given by V1 equal to integral 5 to 2 square by R12 d tau 2. അതായത് ഇലക്ട്രോൺ 1 നമ്മളൊരു സ്പേസിൽ വെച്ചിരിക്കുകയാണ്. ഇലക്ട്രോൺ 2ന്റെ പ്രസൻസില് ഇലക്ട്രോൺ 1 ഉണ്ടാവും എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. V1 ഈക്വൽ ടു ഇന്റഗ്രൽ 5 to 2 സ്ക്വയർ ബൈ R12 d tau 2. Where R12 is the distance between electron 1 and 2. Where R12 is the distance between electron 1 and 2. ഇനി നമുക്കറിയാം ഇവിടെ n നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺ 2വിലോടുള്ള പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ എന്തുണ്ടാവും? 3 എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ പ്രസൻസിലും ഇലക്ട്രോൺ 1 ഒരു പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ 4 എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ പ്രസൻസിലും ഇലക്ട്രോൺ 1 ഒരു പൊട്ടൻഷ്യൽ എനർജി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ n നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ പ്രസൻസിൽ പൊട്ടൻഷ്യൽ എനർജി എന്തിനെ എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോൺ 1നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. Similarly, the contribution to potential energy of electron 1 are made by every other electrons in the atom is given by എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ എനർജി is given by V is equal to summation of integral 5i square by R1i d tau I. അതായത് ഐ എന്ന് പറയുന്നത് ഏത് ഇലക്ട്രോൺ ആണ്? ഇവിടെ 2 എന്ന് പറഞ്ഞു. ഇനി 3യുടെ ഫീൽഡിലാണെങ്കിൽ ഐ കാണിക്കുന്നത് എന്തിനാ? 3ന്. 4ന്റെ ഫീൽഡിലാണെങ്കിൽ ഐ കാണിക്കുന്നത് 4 കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേർ ഐ ക്യാൻ ബി എന്തൊക്കെയാവാം? 2, 3, 4 എക്സെട്ര ടു n. നമുക്കറിയാം, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്, എനർജി ആണെങ്കിൽ എന്താ? സമ്മേഷൻ ആണ്. അതാണ് ഇവിടെ സമ്മേഷൻ സൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞോളൂ. ഇലക്ട്രോൺ 1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ 2ന്റെ പ്രസൻസിൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതിയത്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ഇലക്ട്രോൺസിന്റെ പ്രസൻസിലും ഇലക്ട്രോൺ 1ന് ഒരു പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ അതിന്റെ മൊത്തം സമ്മേഷൻ നമ്മൾ എഴുതി. ഇനി it experience a potential energy also in the field of a nucleus. It experience a potential energy also by the presence of a nucleus, which is given by minus z by r, which is given by minus z by ri, which is given by minus z by ri. But total potential energy നമുക്ക് എങ്ങനെ എഴുതാം? B is equal to minus z by ri plus some integral 5i square by r1i d tau I. ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും ഇലക്ട്രോൺ 1 എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ ഉണ്ടാവും, ബാക്കി എല്ലാ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഇതുവരെ ക്ലിയർ ആയോ പറഞ്ഞത്? Clear ആയി മിസ്. We know that the Schrödinger equation is എന്താ? ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. HI phi I is equal to EI phi I. HI phi I is equal to
EI phi IV. ഇനി നമുക്കറിയാം HI എന്ന് പറഞ്ഞാൽ എന്താ HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അല്ലെ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. എന്താ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എനർജി ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്ത് ടേം ഉണ്ടാവും, ഒരു കൈനറ്റിക് എനർജി ടേം ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ടാവും. കൈനറ്റിക് എനർജി എന്താ നമുക്കറിയാം, എന്താ -h²/2m ഡെൽ സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈ കേസിൽ നമ്മൾ പഠിച്ചു, എന്താ -z/ri പ്ലസ് സിഗ്മ ഇന്റഗ്രൽ phi i²/r1i d⁴i. അതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ക്രോണിഞ്ചർ ഇക്വേഷൻ എഴുതി. ഹാമിൽട്ടോണിയൻ എന്താണെന്ന് പറയാണ്. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ എന്താ, എനർജി ഓപ്പറേറ്റർ. എനർജി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, കൈനറ്റിക് എനർജിയും കൺസിഡർ ചെയ്യണം, പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യണം. കൈനറ്റിക് എനർജി ടേം ഓൾറെഡി നമുക്കറിയാം, -h²/2m ഡെൽ സ്ക്വയർ. അതാണ് എല്ലാ സിസ്റ്റത്തിലും നമ്മൾ എടുക്കുന്നത്. ഡിഫറൻസ് വരുന്നത് എന്തിനാണ്, പൊട്ടൻഷ്യൽ എനർജിക്കാണ്. ആ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആയോ? ക്ലിയർ ആയി. നമുക്കറിയാം ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്ക്രോണിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടും, വേവ് ഫംഗ്ഷനും കിട്ടും, അതേപോലെ തന്നെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എന്ത് കിട്ടും, എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നമ്മൾ എടുക്കുമ്പോൾ ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ എക്സ്പ്രഷനിൽ എന്ത് വരുന്നുണ്ട്, ഈ phi i എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടുക, നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, phi i കിട്ടുള്ളൂ. പക്ഷെ ഓൾറെഡി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ഈ phi i കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ phi iക്ക് നമ്മൾ ഏതെങ്കിലും ഒരു അപ്രോക്സിമേഷൻ വേവ് ഫംഗ്ഷൻ ഇട്ട് വെച്ച് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. അങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടും, phi i കിട്ടും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്ന അറിയാമോ, ആ വേവ് ഫംഗ്ഷൻ വെച്ച് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ മുന്നത്തെ സ്റ്റെപ്പിൽ നിന്നും ഡിഫറെന്റ് അല്ലാത്തൊരു വേവ് ഫംഗ്ഷൻ കിട്ടുന്നത്, അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഇതിനെയാണ് SCF മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ സ്ക്രോണിഞ്ചർ ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വേവ് ഫംഗ്ഷൻ phi iയും കിട്ടും, അതേപോലെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജി EIയും കിട്ടും. നമ്മൾ എല്ലാ സിസ്റ്റത്തിലും അങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. സ്ക്രോണിഞ്ചർ ഇക്വേഷൻ എടുക്കുന്നു, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് വേവ് ഫംഗ്ഷനും എനർജിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓൾറെഡി ഈ ഹാമിൽട്ടോണിയന്റെ ടേമിൽ തന്നെ എന്ത് വന്നിരിക്കുകയാണ്, ഒരു phi i കൊടുക്കണം, വേവ് ഫംഗ്ഷൻ കൊടുക്കണം. അത് നമ്മുടെ കയ്യിലില്ല. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ആദ്യം തന്നെ ഏതെങ്കിലും ഒരു അപ്രോക്സിമേഷൻ വേവ് ഫംഗ്ഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് phi i പ്രൈം ആണെന്ന് കിട്ടാം, പ്രൈം ആണെന്ന് വിചാരിക്കാം നിങ്ങൾ. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ phi i പ്രൈം ഇവിടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ ഇക്വേഷനെ സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് phi i ഡബിൾ പ്രൈം ആണെന്ന് വിചാരിക്കും. ആദ്യം ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ phi i കിട്ടും. പിന്നെ വീണ്ടും നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ വീണ്ടും ഇതിൽ അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് phi i പ്രൈം ആണെന്ന് വിചാരിക്കുക. വീണ്ടും കിട്ടിയ phi i പ്രൈം എടുത്തിട്ട് ഇതിൽ ചെയ്യുമ്പോൾ phi i ഡബിൾ പ്രൈം കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി എപ്പോഴാണ് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക, നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് വേവ് ഫംഗ്ഷൻസും തമ്മിൽ ഡിഫറെന്റ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ ആയിരിക്കും ആ സിസ്റ്റത്തിന്റെ റിയൽ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് അത് എഴുതിയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ. HI ഇത് നിങ്ങൾ എഴുതിയോ, ഈ കൈനറ്റിക് എനർജി വരെയുള്ള ടേം ഇവിടെ വരെ എഴുതിയോ, ഈ മൂന്ന് ഇക്വേഷൻസ്? ഓക്കെ, അപ്പൊ എഴുതാത്തവരെ എഴുതിക്കോളൂ. HI phi i is equal to EI phi i, where H gap I is equal to ഈ എക്സ്പ്രഷൻ എഴുതാം.
ഈ ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. If we solve the above equation, we get phi I and EI. We get phi I and EI. But this equation cannot be solved. Because VI require prior knowledge of all other n electron wave functions, phi 1 of 1, phi 2 of 2, phi 3 of 3, etc. അതായത് phi ക്ക് പകരം നമ്മൾ phi 1 of 1, phi 2 of 2, phi 3 of 3 അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പൊട്ടൻഷ്യൽ എനർജി കിട്ടുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. However, Hartree suggests the following method. First, we have to choose an arbitrary. But a reasonable set of orbitals. Phi 1, phi 2, etc. Using this, we construct a Hamiltonian. And solve the Schrödinger equation. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. phi 1, phi 2 അങ്ങനെയുള്ള ഒരു ആർബിട്രറി ചൂസ് ചെയ്തിട്ട് അത് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രോണിജർ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നു. By solving this equation, we get a new orbitals. By solving this equation, we get a new orbital phi 1 dash, phi 2 dash, etc. This new set is different from previous set. We repeat the entire calculation. Using the new set of orbitals. Phi 1 dash, phi 2 dash, etc. This process is repeated until we obtain a set which is not very different from previous set.
This method is called self-consistent field method. This method is known as self-consistent field method.